ഇന്നത്തെ റെസിപ്പി നെയ്പത്തലാണ്. പുട്ടുപൊടി ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു നെയ്പത്തലാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പുട്ടുപൊടിയാണിത്. ഇനി നമുക്ക് ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പുട്ടുപൊടി ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഈ ഒരു പുട്ടുപൊടി ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാളൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് 2 ഏലക്കയും 2 ഗ്രാമ്പുമാണ്. ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് ഈ ഒരു തേങ്ങ ഒന്ന് കറക്കിയെടുക്കണം. ഒരു 2-3 തവണ കറക്കിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. അപ്പം ഞാനിവിടെ തേങ്ങ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തേങ്ങ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അടിച്ചു വെച്ച ഈ ഒരു തേങ്ങ പുട്ടുപൊടിയിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് പുട്ടുപൊടിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങയും പുട്ടുപൊടിയും നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം. പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം വേണ്ടി വരും. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുന്ന സമയത്ത് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായി വരുന്നത് വരെ നമ്മൾ ഇതിനൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് പുട്ടുപൊടിയും തേങ്ങയും നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടി പരത്തിയെടുക്കാൻ പറ്റണം. ഈ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നിങ്ങൾ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടി പരത്തിയെടുക്കുന്ന വിധത്തിൽ കുഴച്ചെടുക്കാം. ഈ ഒരു ബട്ടർ പേപ്പറിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. നമുക്ക് ആദ്യം കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. അതുപോലെ ബട്ടർ പേപ്പറിലും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മാവ് എടുത്ത് കയ്യിൽ വെച്ച് നല്ലവണ്ണം ഉരുട്ടിയതിന് ശേഷം ഈ ഒരു ബട്ടർ പേപ്പറിൽ വെച്ച് പരത്തിയെടുക്കാം. ഇതുപോലെ കുറച്ച് ഘനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും മാത്രമേ ഇത് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിവിടെ നെയ്പ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാത്രം നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. എണ്ണ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഒരു പത്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം വെന്ത് വരുന്ന സമയത്ത് ഇത് എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരും. പക്ഷെ കളർ മാറി വരാൻ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കളർ മാറി വരുന്നത് വരെ നിങ്ങൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം കളർ മാറി വരുന്ന സമയത്ത് ഇതിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ നെയ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.